അപ്പൊ തുടങ്ങാം. ഈ മിസ്മീരി കപ്പിൾസിനെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഈ കാലത്ത് സ്ഥലം വാങ്ങി ഇങ്ങനെ ഒരു വീടുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര പൈസ വേണ്ടി വരും അല്ലെ. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ പറയുന്ന മിസ്മീരി കപ്പിൾസിന് വീടുണ്ടാക്കാൻ അത്ര ഒക്കെ അങ്ങോട്ട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. എന്നിട്ട് കഥാ സംഭാഷണം അച്ചു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അമ്മ എന്നെ പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾ നോക്കണം എന്നൊക്കെ. ആദ്യം എനിക്കൊന്നും വിശ്വാസം ഉണ്ടായില്ല. അത് നമ്മൾ ആസ്ട്രോ ടോക്കിൽ അഖില എന്ന് പറയുന്ന ഒരു ആക്ടറെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. അതിപ്പോ പതിവാണല്ലോ. അല്ല അതിൽ എനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അവര് പറഞ്ഞു ഈ ഒക്ടോബർ നവംബർ ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സമയം കിട്ടും. കറക്റ്റ് നമ്മള് ഒക്ടോബർ ആകുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴേക്ക് ഒരു സ്ഥലം കിട്ടി കേട്ടോ. എന്റെ ദൈവമേ, ഔചിത്യം എന്നൊരു സാധനം ഉണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. അസ്ട്രോളജറുമായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ അസ്ട്രോ ടോക്കിലെ അസ്ട്രോളജറുമായിട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ കണക്ട് ചെയ്യാം. മാത്രമല്ല ആദ്യത്തെ ചാർട്ട് നിങ്ങൾക്ക് ഫ്രീ ആണ്. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വീട്ടിൽ പറയുള്ളൂ തെണ്ടി. അയ്യ എന്റെ മോഞ്ഞെ, എന്താ പോയിന്റ് ഓൾഡേ അഭിനയം. കുഞ്ഞു അങ്ങോട്ട് വെറുപ്പിക്കന്നല്ലേ. അഭിനയിക്കാണെന്ന് പറയേ ഇല്ല. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കയറി വരും. വീട് വെക്കാൻ ആരംഭിച്ച സമയത്ത് കുറെ പ്രശ്നങ്ങൾ നേരിട്ടു. അപ്പോഴാണ് ആസ്ട്രോടാക്കിൽ ഏതോ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടത്. ചേച്ചി പറഞ്ഞു തന്ന കാര്യങ്ങൾ ചെയ്തതോടെ പിന്നെ എല്ലാം ചടപടേന്നായിരുന്നു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി. ജോത്സ്യന്മാരെ വരെ ഓൺലൈനിൽ കിട്ടി തുടങ്ങി. സന്തോഷിച്ചാട്ടെ, എല്ലാരും സന്തോഷിച്ചാട്ടെ. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. ഇവർക്ക് വീട് വെക്കാനുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നത് ഈ ആസ്ട്രോടോക്കിലെ ചേച്ചി പറഞ്ഞു കൊടുത്തതുപോലെ ചെയ്തത് കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലക്കാണ്. ഇവരുടെ കയ്യിൽ നല്ല പൂത്ത ക്യാഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും അടിപൊളി വീടുണ്ടാക്കാൻ പറ്റിയത്. അല്ലാതെ ആസ്ട്രോടോക്കിലെ ചേച്ചി കബഡി നിരത്തിയാരൊന്നും ഇങ്ങനെയുള്ള വീടൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. നല്ല സ്ഥലത്തിന് വേണ്ടി കുറെ തപ്പി നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇക്കാലത്ത് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കിട്ടാത്ത സ്ഥലം ഉണ്ടോ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. എന്തൊക്കെ കേൾക്കണല്ലേ. അല്ലെ, ലക്ഷങ്ങൾ വാങ്ങി പ്രൊമോഷൻ ചെയ്യുന്നതല്ലേ. ഇങ്ങനെയൊക്കെ ആത്മാർത്ഥത കാണിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റൂല. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. അല്ലാതെ ഇപ്പൊ എന്താ പറയാ. ഇവര് മാത്രല്ല കേട്ടോ, നാട്ടിലുള്ള സകല സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സും കബഡി നിരത്തി ഇറങ്ങിയിട്ടുണ്ട്.